മാസപ്പടി കേസിൽ ഇഡി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി, CMRL കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ഉൾപ്പെടെ 13 പേരെ കൂടി കക്ഷി ചേർക്കാനാണ് നിർദ്ദേശം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് നടപടി. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ CBIയുടെ അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി 18-ാം തീയതി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് SFIയുടെ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി കക്ഷി ചേർക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നിലവിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജ് നിലവിൽ 13 പ്രതികളെ കക്ഷി ചേർക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ 22-ാം തീയതി ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ അപേക്ഷ കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും, ഒപ്പം തന്നെ അനുമതി നൽകുകയും ചെയ്യും. അപ്പോഴാണ് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ 13 പേരും കക്ഷി ചേരുക. എന്തായാലും കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഈ 13 എതിർകക്ഷികൾക്കും നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ മറുപടി ആവശ്യപ്പെടും. വീണ വിജയൻ, അതോടൊപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥർ, ശശിധരൻ കർത്ത തുടങ്ങിയവർക്കാണ് നിലവിൽ ഹൈക്കോടതി കക്ഷി ചേർക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം, അവരെ കക്ഷി ചേർക്കാനായിട്ടുള്ള നിർദ്ദേശം ഷോൺ ജോർജിന് നൽകിയിരുന്നത്. 13 പേരെയാണ് ഇത്തരത്തിൽ കക്ഷി ചേർക്കേണ്ടത്. പ്രധാനമായിട്ടും ഷോൺ ജോർജ് ഉന്നയിച്ച ഒരു വാദഗതി എന്ന് പറയുന്നത് ഈ SFIയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെ CMRL, അതോടൊപ്പം തന്നെ വീണ വിജയൻ, എക്സാലോജിക് സൊല്യൂഷൻസ് തുടങ്ങി CMRL ഉൾപ്പെടെയുള്ള കമ്പനികൾക്കുമെതിരെ ഇഡിയുടെ അതോടൊപ്പം തന്നെ CBIയുടെ അന്വേഷണം അനിവാര്യമാണ്. അഴിമതി അടക്കം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം കള്ളപ്പണ ഇടപാടിലൂടെ പണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിന് ഹൈക്കോടതി നിർദ്ദേശം നൽകണം. ഈ ഒരു ആവശ്യമായിരുന്നു ഷോൺ ജോർജിന്റെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. പ്രാഥമികമായിട്ട് ഹൈക്കോടതി പരിഗണിച്ച സമയത്താണ് SFIയുടെ റിപ്പോർട്ടിൽ പലരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. അവരെ കൂടി ഈ ഹർജിയിൽ കക്ഷി ചേർത്തതിന് ശേഷം കേട്ട് മറുപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ കേട്ടതിന് ശേഷമായിരിക്കണം അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീണ വിജയനും അതോടൊപ്പം തന്നെ എക്സാലോജിക് സൊല്യൂഷൻസ്, CMRL എന്നിവരെ കൂടി കക്ഷി ചേർക്കാനായിട്ടുള്ള നിർദ്ദേശം ഹർജിക്കാരനായിട്ടുള്ള ഷോൺ ജോർജിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയത്. എന്തായാലും നിലവിൽ ഷോൺ ജോർജ് കക്ഷി ചേർക്കൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് ഹൈക്കോടതി തന്നെയാണ് പരിഗണിച്ച് അനുവദിക്കേണ്ടത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ കക്ഷി ചേർത്ത ആൾക്കാർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് പോകും. അവരും ഈ ഹർജിയിന്മേൽ മറുപടി അറിയിക്കേണ്ടി വരും. ശരി രേഷ്മ.